ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. എന്താണ് മൊബൈൽ റീസെറ്റ്? എങ്ങനെയൊക്കെ നമ്മുടെ മൊബൈൽ റീസെറ്റ് ചെയ്യാം? മൊബൈൽ റീസെറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണ്? അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നമ്മുടെ ഫോണിലുണ്ടാകുന്ന പല പ്രോബ്ലംസുകളും സോൾവ് ചെയ്യാൻ ഫോൺ റീസെറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും. നമ്മുടെ ഫോണിൽ സംഭവിക്കുന്ന പ്രോബ്ലംസുകളുടെ കാഠിന്യം അനുസരിച്ച് 3 രീതിയിൽ നമുക്ക് നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യാം. 1 സോഫ്റ്റ്വെയർ റീസെറ്റ്, 2 ഫാക്ടറി റീസെറ്റ്, 3 ഹാർഡ് റീസെറ്റ്. സോഫ്റ്റ്വെയർ റീസെറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പുനഃക്രമീകരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫോണിലുണ്ടാകുന്ന ലാഗ്, ഹാങ്, ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്കാവാതിരിക്കുക, ഇൻകറക്റ്റായിട്ടുള്ള സെറ്റിങ്സുകൾ, ടച്ച് സ്ക്രീനിൽ വരുന്ന ഇഷ്യൂസുകൾ, മൈനർ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ, അതുപോലെ തന്നെ ബാറ്ററി പ്രോബ്ലംസ്, ഹീറ്റിംഗ് പ്രോബ്ലംസ്, ഇവയെല്ലാം നമുക്ക് സോഫ്റ്റ്വെയർ റീസെറ്റ് മുഖേന നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോണിലുള്ള സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചുള്ള മൈനറായിട്ടുള്ള ഇഷ്യൂസുകൾ സോൾവ് ചെയ്യാൻ സോഫ്റ്റ്വെയർ റീസെറ്റ് മുഖേന നമുക്ക് സാധ്യമാകും. സോഫ്റ്റ്വെയർ റീസെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ഡേറ്റാസോ അല്ലെങ്കിൽ ഫയലുകളോ ഇൻഫർമേഷനോ ആപ്ലിക്കേഷനുകളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോവുകയില്ല. 100% സേഫാണത്. എങ്ങനെ നമ്മുടെ മൊബൈൽ സോഫ്റ്റ്വെയർ റീസെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അതിനായിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഏകദേശം 10 മുതൽ 15 സെക്കൻഡ് വരെ ഫോൺ ഓഫ് കണ്ടീഷനിൽ തന്നെ നിർത്തുക. ഏകദേശം 15 മുതൽ 15 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. ഫോൺ റീസ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ സോഫ്റ്റ്വെയർ റീസെറ്റായി കഴിഞ്ഞ് കാണും. ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകൾ ക്ലോസ് ആവുന്നതിനും റാം ക്ലീൻ ആവുന്നതിനും ഇത് വളരെയേറെ ഉപകാരപ്പെടും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സോഫ്റ്റ്വെയർ റീസെറ്റ് ചെയ്യുന്നത് ബാറ്ററിക്കും അതുപോലെ തന്നെ ഫോണിൻ്റെ പെർഫോമൻസിനും വളരെയേറെ നല്ലതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫാക്ടറി റീസെറ്റ്. ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നത് മൂലം ഫോണിൻ്റെ ഒറിജിനൽ സെറ്റിങ്സിലേക്ക് നമ്മുടെ ഫോൺ വരികയും അതുപോലെ തന്നെ OS അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന മേജറായിട്ടുള്ള പ്രോബ്ലംസുകൾ, വൈറസുകൾ ലിങ്ക് ആവുക, അതുപോലെ തന്നെ സ്പൈവെയറുകൾ ഇൻക്ലൂഡ് ആവുക, അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള സെറ്റിങ്സുകൾ മുഖേന നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ, അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യാൻ, ചില ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ലിങ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ സാധിക്കാത്ത വിധം നമ്മുടെ സോഫ്റ്റ്വെയറുമായി ലിങ്ക് ആവും. അങ്ങനെയുള്ള പ്രോബ്ലംസുകൾ, അതുപോലെ തന്നെ OS നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൂർണ്ണമായും ക്ലീൻ ചെയ്യുക, നമ്മുടെ ബാറ്ററി സംബന്ധമായ എന്തെങ്കിലും മെയിനായിട്ട് ഇഷ്യൂസുകൾ വരിക, അതായത് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് നമ്മുടെ ബാറ്ററിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ, ഇവയെല്ലാം നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യാം. ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഡേറ്റാസുകളും നഷ്ടപ്പെടും, ഇൻക്ലൂഡ് വീഡിയോസ്, ഓഡിയോസ്, ഇമേജസ്, ആപ്ലിക്കേഷൻസുകൾ, ഇവയെല്ലാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് SD കാർഡിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലൗഡ് സ്റ്റോറേജിലേക്കോ ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ബാക്കപ്പ് ചെയ്യുന്നതിനായിട്ട് ധാരാളം ആപ്ലിക്കേഷനുകൾ ഇന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചാൽ മതിയാവും. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ എങ്ങനെയിരിക്കും അതുപോലെയായിരിക്കും. യാതൊരുവിധ ഡേറ്റാസുകളോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളോ ഒന്നും തന്നെ കാണുകയില്ല. ഫ്രഷ് മൊബൈൽ പോലെ ആയിരിക്കും അത് കാണുക. എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഡേറ്റാസുകളും മറ്റും ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും SD കാർഡ് ബാക്കപ്പ് ഡേറ്റ ടു SD കാർഡ് അങ്ങനെ ഓപ്ഷനോ അല്ലെങ്കിൽ USB എന്നുള്ള ഓപ്ഷനോ ഏതെങ്കിലും തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആവശ്യമുള്ള ഡേറ്റാസുകൾ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഫാക്ടറി ഡേറ്റ റീസെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വാർണിങ്ങോട് കൂടി തന്നെ കാണാൻ സാധിക്കും. ദിസ് വിൽ ഇറേസ് ആൾ ഡേറ്റ ഫ്രം യുവർ ഫോൺസ് ഇന്റേണൽ സ്റ്റോറേജ് ഇൻക്ലൂഡ് യുവർ ഗൂഗിൾ അക്കൗണ്ട്, സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ ഡേറ്റാസ്, മ്യൂസിക്, ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എല്ലാം കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ആയിരുന്നാലും ശരി, മ്യൂസിക് ആയിരുന്നാലും ശരി, ഫോട്ടോസ് ആയിരുന്നാലും ശരി, ഡേറ്റാസ് ആയിരുന്നാലും ശരി, അക്കൗണ്ട്സ് ആയിരുന്നാലും ശരി, എല്ലാം നിങ്ങൾക്ക് ഇറേസായി പോകും. അതിനുശേഷം നിങ്ങൾ താഴെയായിട്ട് കാണാൻ സാധിക്കും റീസെറ്റ് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോൺ ഫാക്ടറി റീസെറ്റായി തുടങ്ങും. റീസെറ്റായി തുടങ്ങി ഏകദേശം 15 മിനിറ്റോളം എടുക്കും ഫോണിൽ റീസെറ്റ് ആയിട്ട് ഫോൺ ഓണായി കിട്ടുവാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ ഏകദേശം 50%ഓളം ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ഫോൺ ഓഫ് ആവാൻ പാടില്ല. ഏകദേശം 90%ഓളം ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്നത് സേഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാകാറില്ല. നിങ്ങളുടെ ഫോൺ മറ്റൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാക്ടറി റീസെറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ ഡേറ്റാസുകളും ഇറേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ റീസെറ്റായ ഹാർഡ് റീസെറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം.
ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ചില കീ കോമ്പിനേഷനുകൾ, അതായത് വോളിയം അപ്പ് അല്ലെങ്കിൽ ഡൗൺ അല്ലെങ്കിൽ പവർ ബട്ടൺ, ഇവ തമ്മിലുള്ള പ്രത്യേക കീ കോമ്പിനേഷനോട് കൂടി ഫോൺ റിക്കവറി മോഡിലെടുത്ത് അതിൽ വൈപ്പ് ഡേറ്റ അല്ലെന്നുണ്ടെങ്കിൽ ഫാക്ടറി റീസെറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വേണം നമുക്ക് നമ്മുടെ ഫോൺ ഹാർഡ് റീസെറ്റ് ചെയ്യുവാൻ. പല ഫോണുകൾക്കും പല രീതിയിലായിരിക്കണം റിക്കവറി മോഡിലേക്ക് എടുക്കേണ്ടത്. നിങ്ങളുടെ ഫോൺ ഏത് കീ കോമ്പിനേഷനോട് കൂടിയാണ് റിക്കവറി മോഡ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സൈറ്റിൽ നോക്കി മനസ്സിലാക്കുക. നമ്മുടെ ഫോണിലുണ്ടാകുന്ന ഏതൊരു പ്രോബ്ലംസും, അതായത് സോഫ്റ്റ്വെയർ സംബന്ധമായ ഏതൊരു പ്രോബ്ലംസുകളും സോൾവ് ചെയ്യുവാൻ നമുക്ക് ഹാർഡ് റീസെറ്റ് മുഖേന നമുക്ക് സാധ്യമാകും. ഫോൺ ഹാർഡ് റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ റീഇൻസ്റ്റാൾ ആവുകയും അതോടുകൂടി തന്നെ CPU, പ്രോസസ്സർ ഇവയെല്ലാം റീസെറ്റ് ആവുകയും ചെയ്യും. ഹാർഡ്വെയർ സംബന്ധമായുള്ളതും അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംബന്ധമായുള്ള ഏതൊരുവിധ പ്രോബ്ലംസുകളും നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഹാർഡ് റീസെറ്റിങ്ങിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ഫോൺ ഹാർഡ് റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൻ്റെ ഫയലുകളും ഡേറ്റാസുകളും എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഹാർഡ് റീസെറ്റ് ചെയ്യുക. ഹാർഡ് റീസെറ്റ് ചെയ്യുക എന്നുള്ളത് 50%ഓളം റിസ്ക് തന്നെയാണ്. കറക്റ്റായിട്ട് നമുക്ക് ഹാർഡ് റീസെറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് ഡാമേജ് ആവാം, അതുപോലെ തന്നെ FRP ലോക്കിൽ കുടുങ്ങാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. എങ്ങനെ സേഫായിട്ട് നമ്മുടെ ഫോണ് ഹാർഡ് റീസെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വരും ദിനങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം വീഡിയോയുടെ ലെങ്ത് വളരെയേറെ കൂടിയതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകൾക്കും ട്രിക്സുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.